ടൈം ഇൻ യുവർ ലൈഫ്, ടൈം ഈസ് യുവർ മോസ്റ്റ് ഫൈനൈറ്റ് റിസോഴ്സ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനം സമയമാണ്. അപ്പൊ ഇത് എന്താ ഞാൻ ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇഫ് യു ആർ പ്ലാനിങ് ഫോർ എ റെസിഡൻസ് ഫോർ വാട്ട് എവർ റീസൺ, let it be for to taking care of your parents or for yourself, if you are spending a lot of time behind that, because mostly what happens that you're going to lose, I don't say you're going to lose, but you're going to spend a lot of money. ഒരു ലൈഫ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആവുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ അങ്ങോട്ട് പോകുന്ന ഒരു കേസ് ആവുമ്പോൾ ഡെഫിനറ്റ്ലി യു വിൽ ബി എ ബിറ്റ് തോട്ട്ഫുൾ. അപ്പം ഈ തോട്ട്സ് ഇഫ് ഇറ്റ് കംസ് overwhelming into your mind, what happens is that നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു ടൈം ഇൽ ബി മൂവ്. നിങ്ങൾ ഒരുപാട് വെയിറ്റിംഗ് ഗെയിം കളിക്കും. അപ്പൊ ഈ വെയിറ്റിംഗ് ഗെയിം കളിക്കുന്ന ഒരു സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ ഒരു സാധ്യതയില്, ഈസ് ഇറ്റ് ഗുഡ് ടു വെയിറ്റ് ഫോർ എ സോ ലോങ്? യുവർ പ്രൊഡക്റ്റീവ് ടൈം യു ആർ സ്പെൻഡിങ് ബിഹൈൻഡ് ദിസ് വൺ. അതൊരു വലിയ ചോദ്യം. ആൻഡ് റെസിഡൻസ് ഡെഫിനറ്റ്ലി വിൽ മേക്ക് യു വെയിറ്റ്. ഇറ്റ് വിൽ മേക്ക് യു സ്പെൻഡ് യുവർ ടൈം എ ലോട്ട് ചൂസിങ് എ റെസിഡൻസ്. അപ്പൊ ഇത് ഞാനൊരിക്കലും ഇതിനെ സപ്പോർട്ട് ചെയ്യാത്ത ഒരു വ്യക്തിയാണ്. കാരണം ഒരു പ്രൊഫഷണലിന് നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് സോൾവ് ചെയ്ത് തരാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം ബീങ് എ കൺസൾട്ടന്റ്, ഐ സേ വി ഗോട്ട് ലോട്ട് നോളജ് അബൌട്ട് ദിസ്, വി ഗോട്ട് മോർ ക്ലാരിറ്റി അബൌട്ട് ദിസ്, ബിക്കോസ് വിൽ ബി ഏബിൾ ടു ഐഡന്റിഫൈ എ റിയൽ പർപ്പസ്, ആൻഡ് അക്കോർഡിംഗ് ടു ദാറ്റ് പർപ്പസ് വിൽ ബി ഏബിൾ ടു ചൂസ് എ റെസിഡൻസ് ഫോർ യു. അപ്പൊ അതിന്റെ ലീഗൽ ക്ലാരിറ്റി ആണെങ്കിലും അതിന്റെ ഡ്യൂ ഡിലിജൻസ് ആണെങ്കിലും, or else what is the actual purpose, for whom you are actually looking for a residence. And for whom എന്ന് പറയുന്നത് might be you will be looking for your parents. കാരണം അവർക്ക് ഒരു ടിപ്പിക്കൽ അവരുടെ ഒരു റിട്ടയർമെന്റ് ലൈഫ് എൻജോയ് ചെയ്യാനുള്ള, ഇസ് എ എൻഗേജ് ആൻഡ് എൻജോയ് ചെയ്യാനുള്ള ഒരു സ്ഥലമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ പോലും, we got lot of options which we can actually advise or suggest you. അപ്പൊ ഇതില് ഞാൻ എപ്പോഴും എക്സാമ്പിൾ ആയിട്ട് പറയാറുള്ള ഒരു സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, I had a client called, പേരെപ്പോഴും I won't be saying the actual name, but still I'll keep the name as Reena and Jubin. ഈ റീന മാഡത്തിന്റെ പേരൻസിന് വേണ്ടിയിട്ട് they were actually in തമിഴ്നാട്, ചെന്നൈയിൽ എവിടെ ആയിരുന്നു, they were actually looking for a residence. പക്ഷേ ആളുടെ ഫാദറിന് ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. കാരണം ചെറുതായിട്ട് സ്ട്രോക്ക് വന്നതാണ്. And they won't be able to make them live with them for certain reasons. And I also don't suggest, it's not necessary. അപ്പം അവർക്ക് ആക്സസബിൾ ആയിട്ടുള്ള ഒരു സ്പോട്ട് തപ്പി അവര് ഒരുപാട് നടന്നു. അപ്പം ദേ നീഡ് സംവെയർ നിയർ, അവർക്ക് പ്രോപ്പർ ഹെൽത്ത് കെയർ കിട്ടുന്ന ഒരു സ്ഥലം വേണം. ആൻഡ് ഫൈനലി ആ ഒരു ടൈമിൽ I was the one who actually met with them and I was talking to them and I suggested an apartment which was very near to the house. അപ്പൊ ഇവർക്ക് ഇവരുടെ കാര്യങ്ങൾ നോക്കിയിട്ട് ഒരു ദിവസം ഒരിക്കലെങ്കിലും ഇവരുടെ പേരൻസിനെ വന്നിട്ട് നോക്കാൻ പറ്റുന്ന, എന്നാൽ ബാക്കിയുള്ള എല്ലാ സർവീസസും, ബാക്കപ്പ് സർവീസസ് കംപ്ലീറ്റ്ലി, ഈവൻ മെയ്ഡ്സോ അല്ലെങ്കിൽ റൂമിന്റെ അപ്പ് കീപ്പിങ്ങോ മെയിൻ്റനൻസോ ഹോസ്പിറ്റാലിറ്റി എന്ത് വേണമെങ്കിലും കീപ്പ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു സ്പോട്ട് ഇവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുത്തപ്പം ഫൈനലി ദേ ബിക്കേം വെരി ഹാപ്പി ആൻഡ് ദ ഫാദർ ഓൾസോ, ഹി വാസ് ഓൾസോ കംഫർട്ടബിൾ. അപ്പൊ ഇവിടെ മെയിൻലി സംഭവിച്ചെന്താണെന്ന് പറഞ്ഞാല്, ഈ ദാറ്റ് ഫാമിലി, റീന മാഡത്തിന്റെ ഫാമിലിയുടെ ഒരു ഫ്രീഡം ഓഫ് കൺസേൺസിനെ ഡിസ്റ്റർബ് ചെയ്യാതെ തന്നെ I was able to settle her parents in a good community and very near to something, he gets proper healthcare also. അപ്പൊ ഈ ഒരു ഇത് ഒരു മോർ ദാൻ 8 months ആയിട്ട് ഇവര് സെർച്ച് ചെയ്തുകൊണ്ട് നടന്നിരുന്ന ഒരു പ്രൊവിഷൻ, while they came to me, I don't say it was my, എന്റെ ഒരു കഴിവെന്ന് പറയുന്നതിനേക്കാൾ I was able to do it within ഒരു 1 week കൊണ്ട് എനിക്കത് സോൾവ് ചെയ്ത് കൊടുക്കാൻ പറ്റി. And it makes a difference. But your time is always valuable. Make sure you are giving proper input for it.